ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഡേ ആശംസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മത്തി മീൻകറി, പാലക്കാട് മീൻകറി എൻ്റെ സ്റ്റൈലിൽ എങ്ങനെ വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇന്നത്തെ റെസിപ്പി കാണിക്കണത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു റെസിപ്പി ഇടാമെന്ന് കേട്ടോ വിചാരിച്ച്. അപ്പോൾ അത് മത്തിൻ്റെ ആയിക്കോട്ടെ, മത്തിക്കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിതാ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങ മുഴുവനും എടുത്തിട്ടുണ്ട്. പക്ഷെ ചെറിയ തേങ്ങ ആയതുകൊണ്ട് കുറച്ച് തേങ്ങയുള്ളൂ കേട്ടോ, ചള്ള തേങ്ങയാണ്. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് പുളി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പുളി അധികം ഇഷ്ടമാണ്, എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ ഞാൻ ഒരു തേങ്ങ, അതിലേക്ക് ഒരു 2-3-4 ചെറിയുള്ളി, പിന്നെ കുറച്ച് വലിയ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയിൽ ജാറിൽ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് 2 ട്രിപ്പായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കറിക്ക് നമ്മുടെ ഇവിടെ എല്ലാവർക്കും മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓരോ രാജ്യത്തും ഓരോ രീതിയിലായിരിക്കും മീൻകറി. അപ്പോൾ പാലക്കാട് എല്ലാവരും ഇങ്ങനെയാണ് വെക്കുകയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഫസില സ്റ്റൈലിൽ ഇങ്ങനെ കേട്ടോ വെക്കുക. അപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇടില്ല കേട്ടോ. അതൊന്നും ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അതിൻ്റെ ഒരു കുത്തലൊന്നും. അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കണവരുണ്ടെങ്കിൽ അങ്ങനെ വെക്കണവർക്ക് അങ്ങനെയും വെക്കാം കേട്ടോ. നമുക്കിതിപ്പോൾ വെച്ചിട്ടും താളിച്ചിട്ടും വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വറുത്തരച്ചിട്ടും വെക്കാം. അങ്ങനെ കുറേ നമുക്ക് ഓരോ രീതിക്കും നമുക്ക് മീൻകറി വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ വറുത്തൊന്നും അരക്കാണ്ട് ഒരു തനി നാടൻ മത്തിക്കറീൻ്റെ സ്റ്റൈലിലാട്ടോ കാണിക്കണത്. അപ്പോൾ ഇതുപോലെ വെക്കാത്തവരുണ്ടെങ്കിൽ വെച്ച് നോക്കുക. അപ്പോൾ ഞാനിതാ 2 ട്രിപ്പായിട്ട് എൻ്റെ ജാറിൽ ഒരു ട്രിപ്പിൽ അടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ 2 സ്റ്റെപ്പായിട്ട് ഞാനിങ്ങനെ തേങ്ങ അരച്ച് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയും കൂടി ഇങ്ങനെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ 1 മാസം കുട്ടനായിട്ട് ഹോസ്പിറ്റലിലേക്ക് നിന്ന സമയത്ത് നമ്മുടെ എറണാകുളം കൊച്ചി ആ ഭാഗത്തുള്ള അവിടുത്തെ കടകളിലൊക്കെ നമുക്ക് എന്താ പറയുക പല രീതിക്കാട്ടോ മീൻകറി ടേസ്റ്റ് വരുന്നത്. അവർ വലിയുള്ളിയിലൊക്കെയാണ്, വലിയുള്ളി പറഞ്ഞാൽ സവാള അങ്ങനെയൊക്കെയാണ് കേട്ടോ അവർ മീൻകറി വെക്കുന്നത്. പക്ഷെ അവർ അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടും. പക്ഷെ നമ്മൾ പാലക്കാടുള്ളവരും ചിലവരൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടാ വെക്കുക. അങ്ങനെ വെളുത്തുള്ളി ഒന്നും ചേർക്കൂല, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കൂല. അപ്പോൾ അത് അതിൻ്റെ ഒരു മണം ഇഷ്ടമില്ലാത്തത് കൊണ്ട് അങ്ങനെ അതൊന്നും ചേർത്തില്ല കേട്ടോ. പിന്നെ ഞാൻ അതിലേക്കൊരു മീഡിയം സൈസ് 3 തക്കാളി ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളകും കയറിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയിൽ ഇപ്പോൾ എന്തൊക്കെ ഇടുമെന്ന് ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് നമ്മൾ 2 വട്ടമായിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ആ പുളിയും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ തക്കാളി, പിന്നെ ഇതൊക്കെ ഒന്ന് നല്ല മുളക് ചൂട് പോണ വരെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വേഗം കാണിക്കുന്നു, കുറേ നേരം ആയിട്ടാണ്. നമ്മൾ ഒരു പച്ചമണം മാറണം, മുളക് പൊടിൻ്റെ ഒരു പച്ചക്കുത്ത് പോണത് വരെ നമ്മൾ വേവിച്ചൊന്ന് എടുക്കണം. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മുടെ റെജിക്കുട്ടി ഇവിടെ ഉണ്ട് കേട്ടോ. അവളിങ്ങനെ കളിക്കുകയാണ്. അപ്പോൾ അവളുടെ സൗണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ക്ലിയറായി കേൾക്കണുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇതാ നമുക്കപ്പോൾ അപ്പം നിങ്ങൾക്ക് തോനെ വേണം പറഞ്ഞാൽ കുറച്ചും കൂടി പുളി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് നല്ല കുറുങ്ങനെയാണ് വെക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഇവിടെ നമ്മൾ മീൻകറി വെച്ചാൽ ഭയങ്കര എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കുറച്ച് കൂടുതലാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ ഒന്ന് വെന്ത് തിളച്ച് വരുമ്പോൾ അങ്ങനെ കട്ടിയായി വരും കേട്ടോ കറി. പിന്നെ കറി ഇരിക്കെ അങ്ങനെ നന്നായി വരും, ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കണവരെ നമ്മൾ വെച്ചിട്ട് കഴിക്കണമെങ്കിലും നന്നായിട്ടുണ്ടാകും. ഇനി ഞാൻ മീനൊക്കെ നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മീൻ നമുക്ക് വെള്ളം ഇല്ലാണ്ട് ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതാ മീനൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിയിൽ മീൻ കൂടുതലുണ്ടെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. കുറച്ച് മീൻ ഇട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിരിക്കില്ല. കുറച്ച് മീൻ ഇടുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കറിയേ വെക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം ഇത്രയൊക്കെ മീൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മീൻ കൂടുതലുള്ള കറി നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇനി മീൻ ഇട്ട ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും പിന്നെ ചെറിയ ഉള്ളിയില്ലേ, കുഞ്ഞുള്ളി,
ചെറിയുള്ളി കുഞ്ഞുള്ളി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത് ഉള്ളി നമ്മൾ വട്ടത്തിലരിഞ്ഞ് പൊടിയായി അരിഞ്ഞിട്ട് അതിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഉലുവയും ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ പാടൊന്ന് ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല മൂത്ത് വരുന്ന സമയത്ത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. പിന്നെ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഈ സമയം നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. നമ്മൾ നന്നായി ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമാവുകയാണെങ്കിലും നമ്മുടെ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും റെസിപ്പികളും ഒക്കെ അറിയാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ നമ്മുടെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ പുതിയതായിട്ട് വന്ന് നമുക്ക് ഒരുപാട് വ്യൂവേഴ്സ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ചെറിയുള്ളി കുഞ്ഞുള്ളി കറിവേപ്പില പിന്നെ നമ്മുടെ ഉലുവ കേട്ടോ. ഉലുവ അധികം ഇടാൻ പാടില്ല, കുറച്ചേ ഇടാൻ പാടുള്ളൂ. പക്ഷെ അത് നമ്മൾ ഇട്ടപ്പോൾ ഇത്തിരി മുരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ നല്ല മണം ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്കിത് ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നേരം നിന്നിട്ടാണ് നമ്മുടെ ചെറിയുള്ളി കുറച്ച് വലുതായി അരിഞ്ഞ കാരണം ഒന്ന് മൂക്കാൻ കുറച്ച് നേരം എടുത്തു. പിന്നെ ഇതാ നമ്മുടെ മീൻ കറി അപ്പോൾ അവിടെ കിടന്നിങ്ങനെ തിളച്ച് മറിഞ്ഞ് വെന്ത് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാനിതാ നമ്മുടെ മീൻ കറി നമ്മൾ കട്ടിയായിട്ട് കുറച്ച് വറ്റി നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം പുളിയും ഉപ്പും കറക്റ്റാക്കി എരിവും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പാലക്കാട് ഫസ്റ്റ് ക്ലാസ് സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഈ ഒരൊറ്റ കറി മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. വെച്ച് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സൂപ്പറാണ്. അപ്പോൾ ഇനി അൽഹംദുലില്ലാ നല്ലൊരു റെസിപ്പി നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടാറ്റാ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.